നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ഡിഫറെന്റ് വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഒക്ടോപ്പസിനെ ട്രൈ ചെയ്യാൻ പോവാണ്. ഒക്ടോപ്പസ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ്. എനിക്ക് കണ്ടാൽ ഞാൻ നോക്കത്തോലില്ല. എനിക്ക് കണ്ട ഇങ്ങനെ എന്തോ പോലെ ആവുന്നൊരു സാധനമായിരുന്നു. പക്ഷേ ട്രൈ ഒക്ടോപ്പസ് ട്രൈ ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ആൻഡ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. സോ നമ്മളിവിടെ സ്ട്രീറ്റ് ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തോട്ട് നടന്നു പോവുകയാണ്. റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിലാണ് ഷോപ്സ് എല്ലാം ഉള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ടാണ് നടക്കുന്നത്. ഇപ്പം നമ്മളൊരു പെഡസ്ട്രിയൻ ബ്രിഡ്ജിലാണുള്ളത്. അപ്പോൾ ഷോപ്പ് അടുക്കുന്നതോറും എൻ്റെ മനസ്സിൽ ഒക്ടോപ്പസ് ഇങ്ങനെ പണ്ട് ഡിസ്കവറി ചാനലിൽ സ്വിം ചെയ്ത് പോകുന്നൊരു സീനൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെയും വേറെ സീനൊക്കെ ഓർമ്മ വന്നു. കൂടുതൽ ആലോചിച്ച് എൻ്റെ മനസ്സിൽ കുളമാക്കുന്നതിന് മുമ്പ് ഷോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. നടുക്ക് കാണുന്ന ഷോപ്പാണ് നമുക്ക് പോകാനുള്ളത്. ഇതാണ് ഷോപ്പ്. ഒക്ടോപ്പസ് ദേ ഇരിക്കുന്നു. ഒക്ടോപ്പസ് നമ്മൾ കഴിക്കാൻ പോകുന്ന ഒക്ടോപ്പസിൻ്റെ കൂടെ തന്നെ വേറെയും കുറേ സംഭവങ്ങൾ അവിടെ ഈ കമ്പിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കമ്പിൽ കുത്തി വെച്ചേക്കുന്ന സീ ഫുഡ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസിന് സ്ക്യൂവേഴ്സ് എന്നാണ് പറയുന്നത്. വൈ ബിക്കോസ് ആ കമ്പിന് സ്ക്യൂവർ എന്ന് പറയുന്നു, സോ ആ ഫുഡിന് സ്ക്യൂവർ എന്ന് പറയുന്നു. വേറെ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതാണ്. ഈ ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നത് ടോഫു ആണ്, ഫ്രൈഡ് ടോഫു. സോ നമ്മൾ നമ്മുടെ ഒക്ടോപ്പസിന് വേണ്ടി പേ ചെയ്യുവാണ് ഇപ്പോൾ. ആൻഡ് ഒരു സ്റ്റിക്കിന് അല്ലെങ്കിൽ ഒരു സ്ക്യൂവറിന് അവർ 10 RMB ആയിരുന്നു മേടിച്ചിരുന്നത്. ഒരു സ്റ്റിക്കിൽ ഒക്ടോപ്പസിൻ്റെ 5 ടെൻറ്റക്കിൾസ് ആണ്, അല്ലെങ്കിൽ 5 ആംസ്, അല്ലെങ്കിൽ 5 കാലുകളാണ് ഉണ്ടായിരുന്നത്. ഒക്ടോപ്പസിനെ ഇങ്ങനെ നോക്കുമ്പോൾ എന്നെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആക്കുന്ന സാധനം ഈ വൈറ്റ് കളറിലെ സാധനമാണ്. വൈ ബിക്കോസ് ഇതിൻ്റെ സക്കേഴ്സ് എന്ന് പറയും. ഇതിൻ്റെ എരേൻ്റെ ബ്ലഡ് ഇങ്ങനെ വലിച്ചെടുക്കുന്ന സാധനമാണ് വൈറ്റ് കളറിലെ സാധനം. അത് സോ എനിക്ക് ഒരുമാതിരി വരും കേട്ടോ അത് കാണുമ്പോൾ. സോ നമ്മൾ ഓർഡർ ചെയ്ത ഒക്ടോപ്പസ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഒരു ദോശക്കല്ല് മാതിരി ഒരു സാധനത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് വേറെന്തോ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ ഞെക്കിയാണ് അവരത് റോസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ ഇരുന്ന ഒക്ടോപ്പസിൻ്റെ സ്ക്യൂവേഴ്സ് എല്ലാം അവർ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അവർ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ബാക്കി ഒക്ടോപ്പസ് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ എല്ലാത്തിലും ഇങ്ങനെ ഐസ് മൂടിയിട്ടിരിപ്പുണ്ടായിരുന്നു. സോ ഒരു ക്ലോസപ്പ് പോയാലോ? ഇതെങ്ങനെയാ ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. നമ്മൾ ഒക്ടോപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ ഈ ഫ്രൈഡ് ടോഫു ഒക്കെ വാങ്ങാൻ വേണ്ടി ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. ആ ഫ്രൈഡ് ടോഫു വെച്ചിട്ട് മേളിൽ കുറേ എന്തൊക്കെയോ ലീവ്സ് ഒക്കെ വെച്ചു, സാലഡ്സ് പോലെ. അതിൻ്റെ മേളിൽ ഇപ്പോൾ വെച്ചത് കണവ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ, സ്ക്വയർ ആയിട്ട്. കണവ അല്ലെങ്കിൽ സ്ക്വിഡ് അത് ഫ്രൈ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഏറ്റവും മേളിലിട്ടത്. എന്നിട്ട് അവർക്ക് കൊടുത്തു. അപ്പം നമ്മളിതൊക്കെ ആദ്യമായിട്ട് കാണുമല്ലേ. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. ആൻഡ് അപ്പുറത്തങ്ങ് ബാക്കിൽ പുള്ളി അത് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സാധനം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് എന്തോ വേം പോലെ എന്തോ ആണെന്ന്. പക്ഷേ അത് ഡക്കിൻ്റെ ഗട്ടാണ്, താറാവിൻ്റെ കുടലാണ്. ഇത് എനിക്ക് തോന്നുന്നു ടോഫു ഷീറ്റ്സ് ആണ്. ടോഫു ഷീറ്റ്സ് ആയിട്ട് വെച്ചതാണ്. ഇതും എല്ലാവരും ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത് ഇതേപോലെ ചെയ്ത് തരും. ആക്ച്വലി ഫ്രൈ അല്ല, റോസ്റ്റിംഗ് ആണ്. ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണയിലൊക്കെ പൊരിക്കുന്നതിനാണ് ഫ്രൈ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ അത് ചുടയാണ് ചെയ്യുന്നത് അവർ ആ ദോശക്കല്ല് പോലത്തെ സംഭവത്തിൽ വെച്ചിട്ട്. ഇനി അവർ ഒരുവിധം ഫ്രൈ ആയിന്ന് കണ്ടപ്പോൾ കുറച്ച് നല്ല ഡ്രൈ ആയിട്ടുണ്ട് ആ ഒക്ടോപ്പസ്. ഇപ്പോൾ അവരെന്തോ മസാലയൊക്കെയാണ് അതിൽ തേച്ചത്. നല്ല മുളക് പൊടി അതേപോലത്തെ എന്തോ ഒരു ബ്രഷ് വെച്ചിട്ട് എങ്ങനെ തേക്കുവാണ്. 2 സൈഡിലും എങ്ങനെ തേച്ചു പിടിപ്പിച്ചു. അപ്പോൾ ലാസ്റ്റ് ഫേസ് ഓഫ് പൊടിയിടലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് തരും ഒക്ടോപ്പസ് റോസ്റ്റ്. എന്താവും അറിയാം, കഴിച്ചു നോക്കാം. എൻ്റെ മനസ്സിലോട്ട് അത് കാണുമ്പോഴേ നമ്മൾ ആ ഡിസ്കവറിയിലുള്ള മറ്റേ ഇമേജ് വരും. ഒക്ടോപ്പസ് ഇങ്ങനെ ഏറെ പിടിക്കുന്നതും. എനിക്ക് ആ ടെൻറ്റിക്കിൾസിലിരിക്കുന്ന സംഭവം ഇല്ലേ, ആ വൈറ്റ് സാധനം, അത് കാണുമ്പോൾ ഇങ്ങനെ ദൈവമേ ഇത് വെച്ചാണല്ലോ അത് ബ്ലഡ് കുടിക്കുന്നതെന്നുള്ളൊരു സംഭവമാണ് മനസ്സിൽ വരുന്നത്. പിന്നെ വിചാരിച്ചു നോക്കാതെ അങ്ങ് കഴിക്കാം. അതിലൊന്നും നോക്കിയപ്പോഴേ എനിക്ക് മതിയായി. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, നോക്കാതെ കഴിച്ചാലേ ശരിയാവും. സോ ഞാൻ ആകാശത്തോട്ടൊക്കെ നോക്കിയാണ് കഴിക്കുന്നത്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ.
ഞാൻ ജസ്റ്റ് പല്ല് വെച്ചൊന്ന് ടച്ച് ചെയ്തേ ഉള്ളൂ. ജസ്റ്റ് കണ്ടോ, ഞാൻ പറയുവാണ്, അതെനിക്ക് കാണാൻ വയ്യ എന്നാണ് ഞാൻ പറയുന്നത്. ആ സക്കേഴ്സ് ഉണ്ടല്ലോ, അതായത് ഈ വൈറ്റ് സാധനം, അത് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരി ബൾജ് ചെയ്ത് എന്തോ ഒരു പരുവത്തിയിരിക്കും. അപ്പം എനിക്ക് എൻ്റെ അത് കാണാൻ വയ്യ. ആ ഒരവസ്ഥയാണ്. ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് പിന്നെയും കടിക്കുവാണ്. നല്ല നല്ല ഇങ്ങനെ റബ്ബർ പോലെ ഇരിക്കുമായിരുന്നു കടിച്ചപ്പോൾ. ഭയങ്കര ഇതാണല്ലോ, സ്റ്റിക്കിയാണോ? അപ്പോൾ ടേസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ചൂയി ഗമ്മിയാണ് കേട്ടോ. അതായത് ഭയങ്കര വെലിഞ്ഞ് വരും. അത്ര സോഫ്റ്റ് ഒന്നും അല്ല, കുറച്ച് ഹാർഡാണ്. ഞാൻ വിചാരിച്ചു ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും എന്നൊക്കെ. ആക്ച്വലി നമ്മുടെ ഒരു ഫുഡ് വെച്ച് കമ്പയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും നമ്മുടെ കണവ പോലെയാണ് ഏകദേശം. സെയിം അല്ല, കണവ കുറച്ചും കൂടി സോഫ്റ്റ് ആണ്, ഇത് കുറച്ചും കൂടി ഹാർഡാണ്. ആൻഡ് കണവ പെട്ടെന്ന് നമ്മൾ കടിച്ചാൽ നമുക്ക് വെലിഞ്ഞ് കടിക്കാൻ പറ്റും, പക്ഷേ ഇത് ഭയങ്കര റബ്ബർ പോലെയാണ്. പിന്നെ കഴിക്കാൻ പറ്റുന്ന ഫുഡാണ്, നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഫുഡൊന്നുമല്ല. നമ്മൾ കഴിക്കുമ്പോൾ പണ്ട് ഡിസ്കവറിയിൽ കണ്ട എരേനെ പിടിച്ച് രക്തം വലിച്ചു കുടിക്കുന്ന ഒക്ടോപ്പസിൻ്റെ ഇമേജ് ഒന്നും മനസ്സിലോർത്ത് വെക്കരുത്. നമ്മൾ വേറെ എന്തോ ഒരു നല്ല സാധനം കഴിക്കുവാണ് എന്ന് മനസ്സിൽ ആലോചിച്ചിട്ട് വേണം കഴിക്കാൻ. ഈ സമയത്ത് ഞാൻ 2 ടെൻറ്റക്കിൾസ് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർ നല്ല എരിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്കത് കഴിക്കാൻ പറ്റും. കണവ ഇഷ്ടപ്പെടുന്നവർക്ക് ഒക്ടോപ്പസ് ട്രൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒക്ടോപ്പസ് ഇഷ്ടമാവുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് കണവ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇത് അത്ര ഇഷ്ടമായതും ഇല്ല, എന്നാൽ കൊള്ളത്തില്ലെന്ന് പറയാനും പറ്റത്തില്ല. കുഴപ്പമില്ല, ദാറ്റ്സ് ഓൾ. പിന്നെ ഏട്ടായി കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, പക്ഷേ ഏട്ടായി ട്രൈ ചെയ്തു. ആൻഡ് ഏട്ടയ്ക്ക് അത്ര ഇഷ്ടമൊന്നും ആയില്ല. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ, അതുകൊണ്ട് ഏട്ടായി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ഞാൻ ടേസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ, നമുക്ക് പുതിയൊരു സാധനം ടേസ്റ്റ് ചെയ്തു എന്നൊരു ഇത് വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ടേസ്റ്റ് ചെയ്ത് നോക്കി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. നെക്സ്റ്റ് വീഡിയോ വരെ കാണുന്നവരെ ബൈ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ആൻഡ് പുതിയ എക്സൈറ്റിംഗ് വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണവാന്ന് പറയുന്നുണ്ടായിരുന്നു, വേറെ സ്ഥലങ്ങളിൽ അതിന് ചടയെന്ന് പറയും, ഇംഗ്ലീഷിൽ സ്ക്വിഡ് എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനിയും മോർ എക്സൈറ്റിംഗ് വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.